അപ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് നോക്കിയാലോ. ഓക്കെ, നോക്കൂ. യു ഹാവ് ടു വെയർ യൂണിഫോം. നിങ്ങൾ യൂണിഫോം ധരിക്കേണ്ടതുണ്ട് അല്ലേ. ഇപ്പം നമ്മളിവിടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പറയുകയാണ് യു ഹാവ് ടു വെയർ യൂണിഫോം ഓൺ സാറ്റർഡേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂണിഫോം ധരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സാറ്റർഡേ നിങ്ങൾ യൂണിഫോം ധരിക്കേണ്ടതില്ല കേട്ടോ എന്ന് പറയാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്താണ് യു ഡോണ്ട് ഹാവ് ടു വെയർ യൂണിഫോം അല്ലേ. യു ഡോണ്ട് ഹാവ് ടു, ഇറ്റ്സ് നെഗറ്റീവ്. ഇനി നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കുകയാണ് ഞങ്ങൾ യൂണിഫോം ധരിക്കേണ്ടതുണ്ടോ. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഡു വി അല്ലേ. ഓക്കെ, ഡു വി ഹാവ് ടു വെയർ യൂണിഫോം ഓൺ സാറ്റർഡേ. ഡു വി ഹാവ് ടു വെയർ യൂണിഫോം ഓൺ സാറ്റർഡേ. ക്ലിയർ. അപ്പോൾ ഡു വി ഹാവ് ടു കം ഏർലി, ഞങ്ങൾ നേരത്തെ വരേണ്ടതുണ്ടോ. ഡു വി ഹാവ് ടു കം അറ്റ് 8:30. ക്ലിയർ. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡു യു ഹാവ് ടു വെയർ യൂണിഫോം. നിങ്ങൾ ഇന്ന് യൂണിഫോം ധരിക്കണോ. നമ്മളോട് സ്കൂളിൽ പോകുമ്പോൾ സാറ്റർഡേ സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ സൺഡേ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് അമ്മ ചോദിക്കും എന്ത് നിനക്ക് ഇന്ന് യൂണിഫോം ധരിക്കേണ്ടതുണ്ടോ. ഇന്ന് യൂണിഫോം വേണോ അല്ലേ. ഇന്ന് ധരിക്കേണ്ടതുണ്ടോ എന്നാണെങ്കിൽ ഡു യു ഹാവ് ടു വെയർ യൂണിഫോം. ക്ലിയർ. ഡു യു ഹാവ് ടു വെയർ യൂണിഫോം ടുഡേ. ക്ലിയർ. അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ മനസ്സിലായല്ലോ. യു ആകുമ്പോഴാണ് ഡു വന്നത്. ഇനി അവനെ യൂണിഫോം ധരിക്കേണ്ടതുണ്ടോ എന്നാണെങ്കിൽ എന്ത് വരും ആലോചിച്ച് നോക്കുള്ളൂ. അവനല്ലേ. അപ്പം എന്ത് ചെയ്യണം ഡുവിന് പകരം ഡസ്. ഓക്കെ, ഡസ് ഹി ഹാവ് ടു. അവിടെയും ഹാവ് തന്നെയാണ്, ഹാസ് വരില്ല ക്വസ്റ്റ്യനിൽ കേട്ടോ. ഡസ് ഹി ഹാവ് ടു വെയർ യൂണിഫോം. ഡസി എന്ന് പറഞ്ഞാൽ മതി. ഡസ് ഹി എന്ന് പറയണ്ട, ഡസി. ഓക്കെ, ഡസി ഹാവ് ടു വെയർ യൂണിഫോം. ഓക്കെ, അവന് ഇന്ന് യൂണിഫോം ധരിക്കേണ്ടതുണ്ടോ. ക്ലിയർ. അപ്പോൾ ഡസ് വരുന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും നിങ്ങൾ വെർബുകൾ കണ്ടെത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇവിടെ ഞാനൊരു വേറൊരു സെൻറ്റൻസും കൂടെ എഴുതിയിട്ടുണ്ട്. ഐ ആം സപ്പോസ്ഡ് ടു. ഓക്കെ, ഇപ്പോൾ ഐ ആം സപ്പോസ്ഡ് ടു എന്ന് പറയുമ്പോൾ ഈ ഹാവ് ടു യൂസ് ചെയ്യുന്നിടത്തൊക്കെ നിങ്ങൾക്ക് ഏകദേശം മിക്കവാറും എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ഹാവ് ടു യൂസ് ചെയ്യുന്നിടത്ത് ഈ സപ്പോസ്ഡ് ടു ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഐ സബ്ജക്റ്റ്, പിന്നെ ഈസ്, ആം, ആർ അല്ലെങ്കിൽ സപ്പോസ്ഡ് ടു. ഓക്കെ, ഇപ്പോൾ ഐ ഹാവ് ടു എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഐ ആം സപ്പോസ്ഡ് ടു ഉപയോഗിക്കാം. ഏകദേശം ഒരേ മീനിങ് തന്നെയാണ് രണ്ടിനും ഉള്ളത്. അപ്പോൾ ഒരേ മീനിങ് ആണ് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ യു ഹാവ് ടു വെയർ യൂണിഫോം. അപ്പോൾ അവിടെ ഹാവ് ടുവിൻ്റെ പ്ലേസിൽ നിങ്ങൾ യു അല്ലേ, അപ്പോൾ ആർ പറയണം. ആർ സപ്പോസ്ഡ് ടു. ഇവിടെ ഐ വന്നുകൊണ്ടാണ് ആം ഇട്ടത് കേട്ടോ. ആർ സപ്പോസ്ഡ് ടു. യു ആർ സപ്പോസ്ഡ് ടു. ഇപ്പോൾ ഹാവ് ടുവിന് പകരമാണ് ഉപയോഗിക്കുന്നത്. യു ആർ സപ്പോസ്ഡ് ടു വെയർ. ഇപ്പോൾ ടു അവിടെ ഉണ്ട് കേട്ടോ. ടു കഴിഞ്ഞിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. യു ആർ സപ്പോസ് ടു വെയർ യൂണിഫോം. യു ആർ സപ്പോസ് ടു വെയർ യൂണിഫോം എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ഇൻസ്ട്രക്ഷൻ തരുന്നതാണ്. ഓക്കെ, നിങ്ങൾ യൂണിഫോം ധരിക്കണം എന്നാണ് റൂള്. ഒരു റൂളാണത്. അങ്ങനെയാണ് വെപ്പ്. മനസ്സിലായോ. നിങ്ങൾ യൂണിഫോം ധരിക്കണം എന്നാണ്. ഓക്കെ, അതാണ് വെപ്പ്, അതാണ് റൂള്. ക്ലിയർ. യു ആർ സപ്പോസ് ടു വെയർ യൂണിഫോം. ഇനി യു ആർ സപ്പോസ് ടു കം ഏർലി. നിങ്ങൾ നേരത്തെ വരണം എന്നാണ് റൂള്. ക്ലിയർ. അപ്പോൾ നമ്മൾ ലേറ്റായി വരുന്നത് കണ്ട് പ്രിൻസിപ്പൽ പറയാണ് യു ആർ സപ്പോസ് ടു കം ഏർലി. നേരത്തെ വരേണ്ടതാണ്, അതാണ് റൂൾ ഇവിടുത്തെ. ക്ലിയർ. അപ്പോൾ യു ആർ സപ്പോസ്ഡ് ടു. യു വരുമ്പോൾ ആർ. ഓക്കെ, ഇനി ഹി ആണെങ്കിൽ ഹി ഈസ് സപ്പോസ്ഡ് ടു. ഹി ഈസ് സപ്പോസ് ടു വെയർ യൂണിഫോം. ക്ലിയർ. ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാവ് ടുവിന് പകരം ആർ സപ്പോസ് ടു വെച്ചിട്ട് എങ്ങനെ പറയാം. യു ആർ സപ്പോസ് ടു സ്റ്റാൻഡ് ദെയർ. നിങ്ങൾ അവിടെ നിന്നോളൂ. ഇപ്പം നമ്മൾ ചില സ്റ്റോപ്പുകളൊക്കെ പറയാറുണ്ട്. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പറയും നീ ഇന്ന സ്ഥലത്ത് നിന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് വേർ ആം ഐ സപ്പോസ് ടു സ്റ്റാൻഡ് ഓർ വേർ ആം ഐ സപ്പോസ് ടു വെയിറ്റ് ഫോർ യു. നിന്നെ ഞാൻ എവിടെയാണ് കാത്തു നിൽക്കേണ്ടത്. വേർ WHER. വേർ ആം ഐ സപ്പോസ് ടു വെയിറ്റ് ഫോർ യു. നിന്നെ ഞാൻ എവിടെയാണ് കാത്തു നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഹാവ് ടുവിന് പകരം നമുക്ക് ഈ ഐ ആം സപ്പോസ് ടു, ഐ ഹാവ് ടു എന്നുള്ളതിന് പകരം ഐ ആം സപ്പോസ് ടുവും ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ. അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി അത് പാസ്റ്റിലാകുമ്പം ഈസ്, ആം, ആറിന് പകരം വാസോ വേറോ ഉപയോഗിക്കാം.
ഓക്കെ. ഇപ്പം നിങ്ങൾ യൂണിഫോം ധരിക്കേണ്ടതായിരുന്നു, അതെങ്ങനെയാണ് നമ്മൾ പറയാം? നിങ്ങൾ യൂണിഫോം ധരിക്കേണ്ടതുണ്ടായിരുന്നു, യു ഹാഡ് ടു, അല്ലേ? യു ഹാഡ് ടു വെയർ യൂണിഫോം. അപ്പോൾ യു ഹാഡ് ടു വെയർ യൂണിഫോം എന്നുള്ളിടത്ത് നമുക്ക് യു വെയർ സപ്പോസ്ഡ് ടു ചേർത്ത് ഒന്ന് പറഞ്ഞു നോക്കൂ. യു വെയർ സപ്പോസ് ടു wear uniform. Okay, you were supposed to wear uniform. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, യു വെയർ സപ്പോസ് ടു വെയർ യൂണിഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ യൂണിഫോം ധരിച്ചില്ല എന്നാണ്. ഇപ്പം ധരിച്ചില്ല, നിങ്ങൾ യൂണിഫോം ധരിക്കാതെ സ്കൂളിലെത്തി, അപ്പോഴാണ് പ്രിൻസിപ്പൽ പറയുന്നത് എന്ത്, നീ യൂണിഫോം ഇടേണ്ടതായിരുന്നു, എന്താ ഇടാഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. യു വെയർ സപ്പോസ് ടു വെയർ യൂണിഫോം. അപ്പോൾ ഓർമ്മിക്കുക, ഇൻഫാക്ട് സത്യത്തിൽ എന്തില്ല, യു ഡിഡിൻ വെയർ യൂണിഫോം, നിങ്ങൾ അവിടെ യൂണിഫോം ധരിച്ചിരുന്നില്ല, അപ്പോഴാണ് പറയുന്നത്. ഓക്കെ. പക്ഷേ യു ആർ സപ്പോസ്ഡ് ടു വെയർ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഒരു റൂള് പറയുന്നതാണ്, മനസ്സിലായോ? അവിടെ ഒരു റൂള് പറയാണ്, നിങ്ങളത് ധരിക്കേണ്ടതാണ്, ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ എന്താണ്, നിങ്ങൾ യൂണിഫോം യൂണിഫോം ധരിച്ചില്ല, അപ്പോഴാണ് പ്രിൻസിപ്പലിന് ദേഷ്യം എന്ന് പറയുന്നത്, യൂണിഫോം ധരിക്കേണ്ടതായിരുന്നില്ലേ? ഓക്കെ, യു വെയർ, ഓക്കെ, സപ്പോസ്ഡ് ടു വെയർ യൂണിഫോം. ഇനി ആ ക്വസ്റ്റ്യനാണ് ചോദിക്കണമെങ്കിലോ, നിങ്ങൾ യൂണിഫോം ധരിക്കേണ്ടതായിരുന്നില്ലേ, നീ അത് ചെയ്യേണ്ടതായിരുന്നില്ലേ? അപ്പോൾ നമുക്ക് അത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? വേർ യു ആക്കിയാൽ മതി. വേർ യു സപ്പോസ്ഡ് ടു വെയർ യൂണിഫോം. അപ്പോൾ ക്വസ്റ്റ്യൻ ആയി. വേർ യു സപ്പോസ് ടു വെയർ യൂണിഫോം. ക്ലിയർ? അപ്പോൾ ഈ വേറും മാറിപ്പോരുത് കേട്ടോ. ഇത് WEAR, ദിസ് ഈസ് R, WERE. ഓക്കെ, വേർ യു സപ്പോസ് ടു വെയർ യൂണിഫോം, നിങ്ങൾ യൂണിഫോം ധരിക്കേണ്ടതായിരുന്നില്ലേ? ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ വെയർ ഇൻ ഡ്യൂ എന്നൊക്കെ ഉപയോഗിക്കാം. വെയർ ഇൻ ഡ്യൂ ആണ് കുറച്ചുകൂടി നല്ലത്, ആ മലയാളത്തിന് സ്യൂട്ടാവുന്നത് കേട്ടോ. വെയർ ഇൻ ഡ്യൂ ആയിരുന്നില്ലേ, നിങ്ങളത് ചെയ്യേണ്ടതായിരുന്നില്ലേ? അപ്പോൾ വെയർ ഇൻ ഡ്യൂ. ഓക്കെ, അത് ഓർത്തോളൂ. വെയർ ഇൻ ഡ്യൂ സപ്പോസ് ടു വെയർ യൂണിഫോം. വെയർ ഇൻ ഡ്യൂ സപ്പോസ് ടു ഡു ദാറ്റ്, നിങ്ങളത് ചെയ്യേണ്ടതായിരുന്നില്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ അത്, നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ? വെയർ ഇൻ ഡ്യൂ സപ്പോസ് ടു ഡു ദാറ്റ്, നിങ്ങളത് ചെയ്യേണ്ടതായിരുന്നില്ലേ? മനസ്സിലാവുന്നോ? അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. ഈ മസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. മസ്റ്റ് നമ്മൾ പറഞ്ഞു റെക്കമെൻഡേഷൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു റൂൾസ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കൂ. യു മസ്റ്റ് കീപ് ഇറ്റ് എ സീക്രട്ട്, യു മസ്റ്റിൻ ടെൽ എനിവൺ. നിങ്ങളൊരു സീക്രട്ട് ആയിട്ട് വെക്കണം, ഇത് വെച്ചേ പറ്റൂ, സീക്രട്ട് ആയിട്ട് വെക്കണം. ഓക്കെ, യു മസ്റ്റ് കീപ് ഇറ്റ് എ സീക്രട്ട്, യു മസ്റ്റിൻ ടെൽ എനിവൺ, ആരോടും പറയരുത്. അപ്പോൾ മസ്റ്റിൻ്റെ നെഗറ്റീവ് എന്താ? മസിൻറ്റ്. മസ്റ്റ് നോട്ട് മസിൻറ്റ്. മസിൻറ്റ് ഒന്നും വേണ്ട, യു മസിൻ ടെൽ എനിവൺ, ആരോടും പറയരുത്. ക്ലിയർ? അപ്പോൾ യു മസ്റ്റ് കീപ് ഇറ്റ് എ സീക്രട്ട് എന്ന് പറയുമ്പം അവിടെ നമ്മളങ്ങോട്ടൊരു സജഷൻ കൊടുക്കുകയാണ്, അത് ആരോടും പറയരുത്. ഓക്കെ, ക്ലിയർ? ദെൻ അപ്പോൾ അത് ഡോണ്ട് ഹാവ് ടു വെച്ചിട്ട് പറയാം നമുക്ക്. യു ഡോണ്ട് ഹാവ് ടു ടെൽ ഹിം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വ്യത്യാസം എന്നറിയോ? ഈ മസിൻറ്റും ഡോണ്ട് ഹാവ് ടു തമ്മിലുള്ള വ്യത്യാസം. ഡോണ്ട് ഹാവ് ടു എന്ന് പറയുമ്പോൾ എന്താ പറയുക, നിങ്ങളത് പറയേണ്ടതില്ല എന്നുള്ളൊരു അർത്ഥമേ അവിടെ വരുള്ളൂ. ഇനി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഓക്കെ, പക്ഷെ പറയാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു ടെൽ ഹിം, നിങ്ങളത് അവനോട് പറയേണ്ടതില്ല. ഈ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല, ആ ഒരു മീനിങ്ങും കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു ടെൽ ഹിം, പറയേണ്ടതില്ല, നിർബന്ധമില്ല. ഓക്കെ, ഇനി യു ഡോണ്ട് ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതില്ല. ഇപ്പം നമ്മൾ പേരൻസ് മീറ്റിംഗ് വെക്കുകയാണ്, അപ്പം കുട്ടികൾ ടീച്ചേഴ്സിനോട് ചോദിക്കുകയാണ് ഞങ്ങളും വരണോ, ഞങ്ങളും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണോ? അപ്പോൾ പ്രിൻസിപ്പൽ പറയണേ യു ഡോണ്ട് ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതില്ല. യു ഡോണ്ട് ഹാവ് ടു. ഇനി അഥവാ നിങ്ങൾ അവിടെ മീറ്റിങ്ങിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ക്ലിയർ? യു ഡോണ്ട്, അങ്ങനെ ഒരു ഇന്നർ മീനിങ്ങും കൂടി അവിടെ ഉണ്ട്. ഇവിടെ നിർബന്ധം പറയുന്നില്ല, ഇത് നിർബന്ധമാണ്, ആരോടും പറയരുത്. ഓക്കെ, യു മസ്റ്റ് കീപ് ഇറ്റ് എ സീക്രട്ട്. യു മസ്റ്റിൻ ടെൽ എനിവൺ, ആരോടും പറയരുത്. ക്ലിയർ? ഇപ്പോൾ ഓർത്ത് വെക്കുക. ഇനി ഐ പ്രോമിസ്ഡ് ഐ വുഡ് ബി ഓൺ ടൈം. ഇവിടെ ഐ പ്രോമിസ്ഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റാണ്, ഞാൻ വാക്ക് കൊടുത്തു. ഓക്കെ, ഐ പ്രോമിസ്ഡ് ഐ വുഡ് ബി ഓൺ ടൈം, ഞാൻ കൃത്യസമയത്ത് എത്തുമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു. ഐ മസ്റ്റിൻ ബി ലേറ്റ്, ഞാൻ ലേറ്റ് ആകരുത്, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു ഞാൻ ലേറ്റ് ആവില്ല എന്ന്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് കൃത്യം എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഐ മസ്റ്റ് ബി ഓൺ ടൈം, കൃത്യസമയത്ത് എത്തിയേ പറ്റൂ. ഐ മസ്റ്റ് ബി ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത്. അല്ലെങ്കിൽ അതിങ്ങനെയും പറയും, ഐ മസ്റ്റിൻ ബി ലേറ്റ്, ഞാൻ ലേറ്റ് ആകരുത്, അല്ലേ? ഐ മസ്റ്റിൻ ബി ലേറ്റ്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഒബ്ലിഗേഷനാണ്, അല്ലേ? ഇൻറ്റേർണൽ ഒബ്ലിഗേഷനാണ്. എനിക്ക് ലേറ്റ് ആവാൻ പാടില്ല എന്നുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അതിയായ ഒരു ആഗ്രഹമാണ്, നിർബന്ധമാണ്. എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട് കൃത്യസമയത്ത് എത്തണം. ഓക്കെ, ഐ മസ്റ്റിൻ ബി ലേറ്റ്, ലേറ്റ് ആകരുത്. ഓക്കെ, നോ ഇപ്പോൾ നോക്കൂ, അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഹി മസ്റ്റ് ബി ലേറ്റ്. അപ്പോൾ ഈ മസ്റ്റ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അവിടെ ചെറിയൊരു പോസിബിലിറ്റിയുടെ ഒരു അംശം വരുന്നുണ്ട് അവിടെ, അല്ലേ? ഹി മസ്റ്റ് ബി ലേറ്റ്, അവൻ ലേറ്റ് ആയിരിക്കണം, അല്ലേ? അവൻ ലേറ്റ് ആയിരിക്കണം, അവൻ മിക്കവാറും അവൻ ലേറ്റ് ആയിരിക്കും. മനസ്സിലായി? ഒരു 99% നമുക്ക് ഒരു ഉറപ്പുണ്ട് അവിടെ. എന്നാലും ചെറിയൊരു 1% സാധ്യത കുറവും, 1% ഒരു കുറവുണ്ട് അവിടെ. മനസ്സിലാക്കണതേ. അപ്പോൾ ഹി മസ്റ്റ് ബി ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ലേറ്റ് ആയിരിക്കും, ലേറ്റായി കാണും, ഉറപ്പായിട്ടും അവൻ ലേറ്റ് ആയിരിക്കും എന്ന്. കാരണം 8:30 ബസ്, ഇവിടുന്ന് 8:25 പോയത്. എന്തായാലും 10 മിനിറ്റ് നടക്കാനുണ്ട്, ബസ് കിട്ടിക്കാണൂല. ഹി മസ്റ്റ് ബി ലേറ്റ്, അവൻ ലേറ്റ് ആയിരിക്കണം. അത് നമ്മളത് മനസ്സിലായത്, അതിൻ്റെ ഇന്നർ മീനിങ്. ഹി മസ്റ്റ് ബി ലേറ്റ്, അത് നമുക്ക് അത്രയും ഷുവർ ഉണ്ട്, 99% ഷുവർ ഉണ്ട്. എന്നാലും എന്തൊരു ചെറിയൊരു 1% സാധ്യത, അല്ലേ, കുറവ് കാണുന്നു. അതുകൊണ്ടാണ് 99% ഞാൻ എഴുതിയത്. ഓക്കെ, യു മസ്റ്റ് ഗെയിൻ വെയിറ്റ്. അപ്പോൾ നിങ്ങൾ വേറൊരു എക്സാമ്പിൾ, യു മസ്റ്റ് ഗെയിൻ വെയിറ്റ്. നിങ്ങൾ കുറച്ച് തടി വെക്കണം കേട്ടോ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ആരോഗ്യമൊക്കെ നോക്കണം. യു മസ്റ്റ് ഗെയിൻ വെയിറ്റ്. ഇനി യു മസ്റ്റ് ലൂസ് വെയിറ്റ്, നിങ്ങൾ തടി കുറയ്ക്കണം എന്നൊക്കെ പറയില്ലേ നമ്മുടെ ഒരു റെക്കമെൻഡേഷനാണ്, അങ്ങോട്ട് റെക്കമെൻഡേഷനാണ്. ഓക്കെ, ഒരു സജഷനാണ്. നീ തടി കുറച്ചേ പറ്റൂ. യു മസ്റ്റ് ലൂസ് വെയിറ്റ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഹാവ് ടു, ഹാഡ് ടു, വിൽ ഹാവ് ടു, മസ്റ്റ്, മസ്റ്റിൻ്റെ, ഡോണ്ട് ഹാവ് ടു ഒക്കെ പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഡു യു ഹാവ് ടു ഗോ ഏർലി, നിനക്ക് നേരത്തെ പോകേണ്ടതുണ്ടോ? യെസ്, ഐ ഹാവ് ടു ഗോ ഏർലി ടുഡേ. ഓക്കെ, നൗ ഡസ് ഹി ഹാവ് ടു ഗോ ടു ബാങ്ക്, അവന് ബാങ്കിൽ പോകേണ്ടതുണ്ടോ? യെസ്, ഹി ഹാസ് ടു ഗോ ടു ബാങ്ക്. ഓക്കെ, ദെൻ ഡു ദേ ഹാവ് ടു ഡു ദെയർ ഹോംവർക്ക്? യെസ്, ദേ ഹാവ് ടു ഡു ദെയർ ഹോംവർക്ക്. ഓക്കെ, നൗ ഡസ് ഷീ ഹാവ് ടു കംപ്ലീറ്റ് ഹെർ പ്രോജക്റ്റ് ടുഡേ ഇറ്റ്സെൽഫ്? യെസ്, ഷീ ഹാസ് ടു കംപ്ലീറ്റ് ഹെർ പ്രോജക്റ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ക്ലിയർ? അതേപോലെ ഹാഡ് ടു പ്രാക്ടീസ് ചെയ്യുക. ഡിഡ് യു ഹാവ് ടു ഗോ ഏർലി, പോകേണ്ടതുണ്ടായിരുന്നോ? യെസ്, ഐ ഹാഡ് ടു ഗോ ഏർലി. ഓക്കെ, നൗ ഡിഡ് യു ഹാവ് ടു അറ്റൻഡ് എ മീറ്റിംഗ്? യെസ്, ഐ ഹാഡ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.